ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അങ്ങനെ അനന്തംപിള്ള ദീപക്കിനോട് പറയുക, മോനെ ഈ അങ്കിളിനോടൊപ്പം നിൽക്കി, എൻ്റെ വലം കൈയായിട്ട് നമുക്ക് ഇവന്മാരെയൊക്കെ ഒന്ന് നിരപ്പാക്കിയെടുക്കാം. അത് കേട്ടതും ആ മരമണ്ടൻ ദീപക്ക് പറയുക, അയ്യോ അങ്കിളിനെ കണ്ടത് എൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. ഞാൻ കുറേ കാലം കൊണ്ട് വളരെ ടെൻഷനിലായിരുന്നു. എൻ്റെ മോനെ, നീ ടെൻഷനൊന്നും ആകണ്ട, നിന്നോടൊപ്പം ഞാനുണ്ടടാ ദീപക്കെ. എനിക്ക് നിന്നെ വെച്ചേ വലിയ വലിയ പ്ലാനുകളുണ്ട്, ചില ലക്ഷ്യങ്ങൾ. അതൊക്കെ ഞാൻ പയ്യെ പറയാം. അനന്തംപിള്ളയുടെ ലക്ഷ്യമല്ലേ അമ്മയെയും മകനെയും കുഴിയിലിടാനുള്ള പരിപാടിയാണ്. അങ്കിളെ, എൻ്റെ അമ്മ പറയുന്നതേ ഈ വല്യമ്മാവനെ ഒരു മൂലക്കിരുത്തണമെന്ന്. എൻ്റെ മോനെ, എന്തൊരു മണ്ടത്തരമാണ് ഈ അംബിക പറയുന്നത്. അതൊക്കെ അംബികയുടെ കൂടപ്പിറപ്പെന്ന സോഫ്റ്റ് കോർണർ കൊണ്ട് പറയുന്നതാണ്. അവനെ മൂലക്കിരുത്തുകയല്ല വേണ്ടത്, നിഷ്കരണം അവനെ അങ്ങോട്ട് തട്ടിക്കളയണം. ഇവക്ക് വളരെ സന്തോഷത്തോടെ പറയുക, താങ്ക് യു അങ്കിളെ, താങ്ക് യു. ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ വളരെ നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്നത്. വല്യമ്മാവൻ, അയാളെ ഉണ്ടല്ലോ ഞാൻ എൻ്റെ കൈ കൊണ്ട് തീർത്തു തരാം അങ്കിളെ. മോനെ, എനിക്ക് അവനെ കൊല്ലണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മോൻ തന്നെ അവനെ കൊന്നാ മതി. എൻ്റെ ദീപക് മോൻ്റെ ആഗ്രഹത്തിന് ഞാൻ അങ്ങോട്ട് വില കൽപ്പിക്കുക. അവനെ കൊല്ലാനുള്ള സാഹചര്യങ്ങളൊക്കെ ഞാൻ ഒപ്പിച്ചു തരാം. മോൻ ധൈര്യമായിട്ടിരിക്കുക. നീ എൻ്റെ മുത്താടാ ചക്കരെ എന്നിങ്ങനെ അനന്തംപിള്ള ദീപക്കിനോട് പറയുമ്പോൾ ദീപക് ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറയാം, നിങ്ങൾക്കും മുത്തുപോലൊരു മോളുണ്ടല്ലോ, അവൾക്ക് ചുറ്റും വലം വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടുകൂടിയാ ഞാൻ. നിന്നെ ഞാനൊരു സ്ഥാനത്തിൽ എത്തിക്കുവടാ മോനെ, എന്നിട്ട് നിന്നെ ഞാനൊരു സിംഹാസനത്തിൽ അങ്ങോട്ടങ്ങ് ഇരുത്തും. നീ അങ്ങനെ പടവുകൾ കയറി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് കോണിപ്പടികൾ ഞാനിങ്ങനെ ഒരുക്കിക്കൊണ്ടേയിരിക്കും. രാവിലെ പ്രതാപവർമ്മയുടെ വീട്ടിൽ നിന്നും ഋതികയും രാജുവും മുകളിൽ നിന്നിങ്ങനെ ഇറങ്ങി വരുവാണ്. ഋതിക പറയുക, അച്ഛൻ മുഖം കറുപ്പിച്ചു എന്ന് കരുതി രാജ് വിരോധമൊന്നും കാണിക്കല്ലേ. അച്ഛൻ്റെ പിണക്കമൊക്കെ വെറും സൗന്ദര്യപ്പിണക്കവാ, അത് പെട്ടെന്നങ്ങ് മാറും രാജു. അപ്പോൾ രാജു ചോദിക്കുക, എന്നിട്ടാണോ അമ്മയോടുള്ള പിണക്കം 10-20 വർഷം കൊണ്ട് തുടരുന്നത്? രാജു, അതുപോലെ അല്ലല്ലോ ഇത്, അങ്ങനെ പറയാൻ പറ്റില്ല ഋതു. എൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഋതു, ഒത്തിരി സ്നേഹമുള്ള ആളുകൾ പിണങ്ങിയാൽ പിന്നെ പിണങ്ങിയത് തന്നെ ആയിരിക്കുമെന്ന്. എന്തിനാ രാജു ഈ അരുതാത്തതൊക്കെ ചിന്തിക്കുന്നത്? അങ്ങനെയൊന്നും ഉണ്ടാവില്ല രാജു. എൻ്റെ അച്ഛനെ അത്തരക്കാരനൊന്നും അല്ല. എൻ്റെ അച്ഛൻ എന്നെ വെറുത്താലും രാജുവിനെ ഒരിക്കലും വെറുക്കില്ല, അതെനിക്ക് ഉറപ്പാ രാജു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശേഖരനും യാമിനിയും അപ്പം കൊണ്ട് എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അവർ വരുന്നത് കണ്ടോണ്ട് ഋതിക പറയാ, രാജു അങ്ങോട്ട് നോക്കിക്കേ, ഉടനെ 4 കുഞ്ഞിക്കാലുകൾ വേണമെന്ന് പറഞ്ഞ കക്ഷികളായില്ല വരുന്നത്. അപ്പു അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നത്, ചേച്ചിയും രാജുവേട്ടനും ഞങ്ങളെ കണ്ടപ്പോൾ എന്തോ പറഞ്ഞ് ചിരിച്ചല്ലോ, നല്ല തമാശ വല്ലതുമാണെങ്കിൽ പറ, ഞങ്ങളോടൊന്ന് കേൾക്കട്ടെ. എൻ്റെ അപ്പു, അതെനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല, ഞാനും എൻ്റെ ചെറിയമ്മയും തമ്മിലുള്ള ചില തമാശകളാ. ശേഖരൻ പറയാ, മോളെ അപ്പു, നീ ഈഗോ ഒന്നും അടിക്കണ്ട, ഇതിങ്ങനെയാ. ചെറിയമ്മയും ഋതുമോളും കൂടെ കൂടിയാൽ പിന്നെ നമ്മളൊക്കെ ഔട്ടാ. ഇവർ രണ്ടുപേരും നല്ല കെമിസ്ട്രിയാ അല്ലേ രാജുവേട്ടാ എന്ന് അപ്പു ചോദിക്കുമ്പോൾ രാജു പറയാം, അയ്യോ കെമിസ്ട്രി ആണോ ബയോളജി ആണോ എന്നൊന്നും എനിക്കറിയില്ലേ. എനിക്കറിയാവുന്ന ഒന്നേ ഉള്ളു, ചെറിയമ്മയും മോളും തമ്മിൽ വലിയ ബോണ്ടാ. അവരെല്ലാവരോടും അങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അംബികയും മകൻ വേതാളവും കൂടി മുകളിൽ നിന്നിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അവർ മുകളിൽ നിന്നിങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് അപ്പു പറയാം, തോണ്ട പരുന്തുകൾ പറന്നു വരുന്നുണ്ട്, റാഗിപ്പറക്കുന്ന ചെമ്പരുന്തുകൾ. ശേഖരന് അത്രയ്ക്ക് അങ്ങോട്ട് സുഖിച്ച ലക്ഷണമില്ല. ദേ അപ്പു, അത്രയ്ക്ക് പരിഹാസമൊന്നും വേണ്ട കേട്ടോ, കാര്യം അവരിടങ്ങേറുകാരിയാണെങ്കിലും എൻ്റെ കൂടപ്പിറപ്പാ. അയ്യോ സോറി അച്ഛ എന്നിങ്ങനെ അപ്പു പറയുന്നുണ്ട്. ഋതിക ഉടനെ ദീപക്കിനോട് ചോദിക്കുക, ഇതാണോ ക്ലീനറുടെ യൂണിഫോം? അപ്പോൾ ദീപക്ക് പറയുന്നു, അത് ഓഫീസിൽ വരുമ്പോൾ ഇട്ടാൽ പോരെ? അത് പറ്റില്ല, നീ ഞങ്ങളുടെ കാറിലാണ് വരുന്നത്, ഓഫീസ് ബോയുടെ ഡ്രസ്സിൽ തന്നെ നീ വന്നാൽ മതി. അത് കേൾക്കുമ്പോൾ അംബിക ഡി എന്നിങ്ങനെ ദേഷ്യത്തിൽ ഋതികയെ വിളിക്കുമ്പോൾ ഋതിക പറയുക, നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ, എഡി ഡാ എന്നുള്ള വിളിയൊന്നും ഇവിടെ വേണ്ടാന്ന്. ഋതിക വർമ്മ, അതാണ് എൻ്റെ നെയിം, എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. ദീപക്കിനെ നോക്കി ഋതിക വീണ്ടും പറയാം, താൻ യൂണിഫോം ഇട്ടുകൊണ്ട് വരുന്നോ അതോ ഞാൻ അച്ഛനോട് പറയണോ? ദേഷ്യം ഉള്ളിലൊതുക്കി ദീപക്ക് പറയുന്നു, വേണ്ട, ഞാൻ യൂണിഫോം ഇട്ടുകൊണ്ട് വരാം. ഓ ഗുഡ് എന്നിങ്ങനെ ഋതികയും പറയുന്നു. അംബിക മകനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തതിനിങ്ങനെ ദേഷ്യത്തിൽ നിന്ന് പൊരിയുവാണ്. എന്നിട്ട് ഋതിയോട് പറയുക, ഒരു ചക്ക വീണ് മുയൽ ചത്തുവെന്ന് കരുതി എപ്പോഴും ചക്ക വീണ് മുയൽ ചാവില്ല. ഋതിക ഒരു പരിഹാസത്തോടെ, അയ്യോ ഇതെന്തോന്ന് എക്സാമ്പിളാ, ഈ മുയലുകളെല്ലാം പ്ലാവിൻ്റെ ചുവട്ടിലാണോ പോയി താമസിക്കുന്നത്? അത് കേട്ട് എല്ലാവരും ഇങ്ങനെ പൊട്ടിച്ചിരിക്കുവാണ്. അപ്പോൾ പ്രതാപൻ മുകളിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. താഴോട്ടിറങ്ങി വന്ന പ്രതാപൻ, ശേഖര വാ പോകാം എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് രാജു, സാർ
എന്ന് വിളിക്കുവാണ് പ്രതാപനെ. എന്താ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് CIA കോടതിയിൽ വിചാരണ നടത്തുന്ന ദിവസമാണ്. അതിനെന്താ, എനിക്ക് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമുണ്ട്. ശേഖര നീ വാ എന്നും പറഞ്ഞ് പ്രതാപൻ അങ്ങോട്ട് പോവുകയാണ്. രാജു ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ ശേഖരൻ പറയുന്നു, എടാ നീ ടെൻഷനൊന്നും ആകണ്ട, ചേട്ടൻ്റെ കാര്യം അങ്ങനെ കുറച്ച് ദിവസത്തെ കാര്യമേ ഉള്ളൂ, ഞാനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ ചേട്ടനോട് കൂടെ നടന്ന് സമയം കളയാതെ ഋതുമോളോടൊപ്പം ഇരിക്കാൻ വേണ്ടി ചേട്ടൻ കാണിക്കുന്ന ഒരു തന്ത്രമല്ലേ ഇതൊക്കെ? മകളോടുള്ള സ്നേഹം അത് നിനക്ക് മനസ്സിലായില്ലേ? സാർ അങ്ങനെയാണെങ്കിൽ എന്നോടതങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ? എടാ അങ്ങനെ അല്ലടാ രാജു എന്നിങ്ങനെ പറയുമ്പോൾ പ്രതാപൻ അകത്തോട്ട് നോക്കിയിട്ട് ലേറ്റായി എന്ന് പറയുമ്പോൾ ശേഖരൻ പെട്ടെന്ന് പ്രതാപനോടൊപ്പം പോകുന്നുണ്ട്. അംബികയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അംബിക ആകെ ഇങ്ങനെ ടെൻഷനോട് ആലോചിക്കുക, എന്തായിരിക്കും പ്രതാപൻ്റെ മനസ്സിൽ രാജുവിനെ ഒഴിച്ചു നിർത്തിയതിൻ്റെ കാര്യം എന്താ? ഇനി സത്യമായിട്ടും മോനും മരുമോളും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണോ ഇവനിങ്ങനെ കാണിക്കുന്നത്? ഈ സമയം ദീപക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ക്ലീനറിൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ രാജുവിനോട് ഋതിക പറയുന്നു, രാജു തൻ്റെ പിയൂൺ വന്ന്. അംബിക പെട്ടെന്ന് ഞെട്ടിത്തെറിച്ചിങ്ങനെ നോക്കുവാണ് സ്വന്തം മകനെ. കോട്ടും സൂട്ടും ടൈയും കെട്ടി വരുന്ന മകൻ്റെ വേഷമല്ലല്ലോ ഇത്, സാധാരണ ഒരു പിയൂണിൻ്റെ വേഷം. അംബിക സഹിക്കുവോ? ഇതിനെന്തായിരിക്കും അംബികയുടെ പ്രതികാരമെന്ന് നമുക്ക് കണ്ടറിയാം. പ്രതാപനും ശേഖരനും ഇങ്ങനെ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ശേഖരൻ പറയുക, ചേട്ടാ രാജുവിന് എന്തൊക്കെയോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. എടാ ശേഖര, അതിന് സംശയങ്ങൾ തോന്നി തുടങ്ങുന്നത് സ്വാഭാവികം. ഇല്ലെങ്കിൽ പിന്നെ അവൻ മണ്ടനല്ലേ ശേഖര? അവനിത് അറിയാതിരിക്കുന്നിടത്തോളം കാലം അവന് നല്ലത്. എൻ്റെ കാര്യമെങ്ങാനോ അവൻ അറിഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ അവൻ പിന്നെ വിഷമിക്കും. എന്നോട് ആത്മാർത്ഥതയും സ്നേഹമുള്ള അവനെ ഞാൻ എങ്ങനെയാ ശേഖര വേദനിപ്പിക്കുന്നത്? രാജുവും ഋതിയും കുട്ടികളാ, അവരവരുടെ സന്തോഷങ്ങളുമായിട്ട് പോട്ടെ. അവനെങ്ങാണോ അറിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ മോളും അറിയും. അതുകൊണ്ടത് വേണ്ട ശേഖര. എന്തിനാ ശേഖര ഡോക്ടർ ഇത്ര അത്യാവശ്യമായിട്ട് എന്നെ വിളിപ്പിച്ചിരിക്കുന്നത്? എന്തോ എനിക്ക് വല്ലാത്ത ഒരു ടെൻഷൻ. ഈ സമയം രാജുവും ഋതികയും ദീപക്കും കൂടെ കാറിൽ ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. രാജു ഋതിയോട് പറഞ്ഞു, ഋതു ഇവനൊട്ടൊരു പണി കൊടുക്കണ്ടേ? കൊടുക്കാൻ രാജു. ഋതിക പെട്ടെന്ന് ഒരു അഭിനയം അങ്ങോട്ട് കാഴ്ച വെക്കുന്നുണ്ട്. യോ രാജു, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, വെള്ളമെടുക്കാൻ ഞാനങ്ങ് മറന്നുപോയി. അതിനെന്താ ഋതു, ഒരു കുപ്പി വെള്ളം മേടിച്ചാൽ പോരെ? അതിപ്പം രാജു, വെള്ളം മേടിക്കാൻ ഇത്ര ആലോചിക്കുന്നേ എന്തിനാ ഋതു? പിയൂണല്ലേ മുന്നിലിരിക്കുന്നത്, അയാളോട് ഒരു കുപ്പി വെള്ളം മേടിച്ചോണ്ട് വരാൻ പറ. അയ്യോ അത് ശരിയാണല്ലോ രാജു, ഞാനങ്ങ് മറന്നുപോയി. എടോ പിയൂണെ, പോയി ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ വാങ്ങിക്കൊണ്ടു വാ. അത് കേട്ടിട്ട് ദീപക്ക് പറയും, എന്നെ കൊണ്ടങ്ങും പറ്റില്ല. പറ്റില്ലെന്നോ? MD പറഞ്ഞാൽ ഏഴാം കൂലി പിയൂൺ അനുസരിക്കില്ലേ? എടോ തന്നോടാ പറഞ്ഞത് പോയി വെള്ളം മേടിച്ചിട്ട് വരാൻ. താനിനി പോകുന്നോ അതോ ഞാൻ അച്ഛനെ വിളിച്ച് പറയണോ? അയ്യോ ഋതിയെ, ഞാൻ ഈ പിയൂണിൻ്റെ വേഷത്തിൽ. അതിനെന്താ, താൻ പിയൂണല്ലേ? പോയി മര്യാദയ്ക്ക് വെള്ളം മേടിച്ചോണ്ട് വാ. ഡ്രൈവറെ വണ്ടി ഒന്ന് നിർത്തിക്കേ. അങ്ങനെ ഡ്രൈവർ വണ്ടി നിർത്തുന്നുണ്ട്. ഋതിക പൈസ ദീപക്കിൻ്റെ കൈ കൊടുത്തിട്ട് പോയി വെള്ളം വാങ്ങിച്ചോണ്ട് വാ. ദീപക് അങ്ങനെ തലയും കുനിഞ്ഞ് പോകുമ്പോൾ ഋതിക പറയുക, പണി കൊടുക്കണമെങ്കിൽ ദാണ്ട് ഇങ്ങനെ കൊടുക്കണം. ദീപക് ആ കടയിൽ ചെന്ന് ഒരു മിനറൽ വാട്ടർ എന്നും പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവൻ്റെ 2-3 ഫ്രണ്ട്സ് അവിടെ മാറി നിൽപ്പുണ്ട്. അവർ ദീപക്കിനെ കണ്ടിട്ട്, എടാ അളിയാ, അത് ദീപക്കല്ലേടാ അത്? അതെടാ അളിയാ, അവനെന്താ ഈ പ്യൂണിൻ്റെ വേഷത്തിലാ? ആർക്കറിയാം, വാ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് അവർ ദീപക്കിൻ്റെ അടുത്തോട്ട് വരുവാണ്. വെള്ളം വാങ്ങിക്കൊണ്ട് വരുമ്പോഴേ ദീപക്കനെ കൂട്ടുകാരങ്ങ് വളഞ്ഞ്, എടാ ദീപക്കെ, നീ ഇപ്പോൾ കമ്പനിയിലെ പിയൂണായോ? കൂട്ടുകാരന്മാരിൽ ഒരാൾ പറയാം, ഇവൻ MD ആണ്, തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളടുത്ത് കുറേ തള്ളിയതാ. ഇവൻ വെറും പിയൂണാ എന്നിങ്ങനെ അവർ പറയുമ്പോൾ ദേഷ്യത്തോടെ ദീപക്ക് പോകാനൊരുങ്ങുമ്പോൾ അവരിൽ ഒരാൾ വീണ്ടും പിടിച്ചു നിർത്തുക. എടാ പോകല്ലേടാ അളിയാ, എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ട് പോടാ, കൈയെടുക്കടാ എന്നും പറഞ്ഞ് ദീപക് അവൻ്റെ കൈ വെട്ടിവലിച്ചെറിയുവാണ്. അപ്പോൾ മറ്റവൻ ചോദിക്കുന്നു, നീ എന്തിനാടാ ഇങ്ങനെ ചൂടാകുന്നത്? പ്യൂണാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ? അവൻ്റെ അമ്മാവൻ മന്ത്രിയാണെന്നും പറഞ്ഞ് എന്തൊരു അഹങ്കാരമായിരുന്നിവന്. അമേരിക്കന് തിരിച്ചു വന്നിട്ട് എന്തൊരു തള്ളാണ് ഞങ്ങളോട് തള്ളിയത്. പ്രതാപവർമ്മ സാറിൻ്റെ എല്ലാ സ്വത്തുക്കളുടെ ഏക അവകാശി ആ ഋതികയെ കെട്ടി വർമ്മ സാറിൻ്റെ എല്ലാ ബിസിനസ്സുകളും ഏറ്റെടുക്കാൻ പോകുന്നെന്ന്. ഇപ്പൊ വെറും പിയൂണ് അതോ സ്വീപ്പറോ? ആർക്കാടാ ഈ മിനറൽ വാട്ടർ വാങ്ങിക്കൊണ്ട് പോകുന്നത്? അവർ നോക്കുമ്പോൾ കാറിൽ രാജുവും ഋതികയും ഇരിക്കുന്നുണ്ട്. എടാ വിശാലെ, ഇവനെ ആ ഋതികയുടെയും രാജുവിൻ്റെയും പിയൂണായിപ്പോൾ കൂട്ടുകാരന്മാർ തമ്മിൽ പറയുവാണ്. ദീപക്കുടനെ അവൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ചിട്ട്, എടാ എൻ്റെ കൺട്രോൾ പോയി നിൽക്കുക, ഒരാളെ കൊല്ലാൻ പോലും ഞാനിപ്പോൾ മടിക്കില്ല, നിന്നോടൊക്കെ പറഞ്ഞേക്കാം എന്നും പറഞ്ഞ് അവനെ പിടിച്ച് തള്ളിയിട്ട് ആ മിനറൽ വാട്ടറും കൊണ്ട് ഋതികയുടെ അടുത്തോട്ട് പോവുകയാണ്. കാറിലോട്ട് കയറിയിട്ട് ദീപക്ക് മിനറൽ വാട്ടർ ഋതികയുടെ കയ്യിലോട്ട് കൊടുക്കുന്നു. ഋതിക അത് വാങ്ങുന്നു. ബാക്കി പൈസ ഋതികയ്ക്ക് വെച്ച് നീട്ടുമ്പോൾ, അത് താൻ കയ്യിൽ വെച്ചോ, അത് ടിപ്സ് ആയിക്കോട്ടെ. അങ്ങനെ അവർ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ദീപക്ക് മനസ്സിൽ പറയുന്നു, വേണ്ട, ഇപ്പം വേണ്ട,
സിറ്റുവേഷൻ ശരിയല്ല. ഇവനെയും ഇവളെയും ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ അവസാനിപ്പിക്കും. അതിനുള്ള സമയം വരട്ടെ. രാജു അപ്പോൾ ചോദിക്കുക, എന്താടോ പിയൂണെ താനൊന്നും മിണ്ടാത്തത്? ദേഷ്യത്തോടെ ദീപക്ക് നോക്കുക. അയ്യോ, ദേഷ്യം വരുന്നുണ്ടോ? ദേഷ്യം വരുന്നെങ്കിലേ വല്ല ഇരുമ്പ് കമ്പിയോ ഇഷ്ടികയോ എടോ പിയൂണെ എടുത്ത് കയ്യിൽ പിടിച്ചോടോ, എന്നിട്ട് അതങ്ങോട്ട് ഞെരിച്ചങ്ങ് പൊടിച്ചേരെ. ഈ സമയം പ്രതാപനും ശേഖരനും ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഡോക്ടർ പ്രതാപനോട് പറഞ്ഞു, സാർ ഇനിയെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ സാറ് നീട്ടിക്കൊണ്ട് പോവരുത്. എന്തായാലും നമുക്ക് ചെറിയൊരു സർജറി വേണ്ടി വരും. അയ്യോ, സർജറിയോ എന്നിങ്ങനെ പ്രതാപൻ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു, സർജറി എന്ന് പറയുമ്പോൾ സാർ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഇപ്പോഴതിനൊക്കെ പുതിയ മെത്തേഡുകളില്ലേ സാറേ? സാർ അതിനുവേണ്ടി എല്ലാ പ്രോഗ്രാമുകളും ഒന്ന് മാറ്റിവെച്ച് സാറൊന്ന് ഒരുങ്ങിയാൽ മാത്രം മതി. ഒരു 3 മാസം റെസ്റ്റ് വേണ്ടി വരും. അയ്യോ, ഓപ്പറേഷനൊന്നും ഉടനെ പറ്റില്ല ഡോക്ടറെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ വർമ്മ സാറേ? ഞാൻ സാറിനെ ഭയപ്പെടുത്തുകയാണെന്ന് കരുതരുത്. ഓരോ ദിവസം കൂടുന്തോറും സാറിൻ്റെ അസുഖം കൂടിക്കൊണ്ടിരിക്കുവാണ്. ഡോക്ടർ അങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രതാപൻ ആകെ സങ്കടത്തോടെ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവാണ്. അതുപോലെ തന്നെ ചേട്ടനെ നോക്കി ശേഖരനും വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുവാണ്. ദീപക്കാണെങ്കിൽ ഓഫീസിൽ തൂത്തുവാരുകയാണ്. അപ്പോൾ ഒരു സ്റ്റാഫ് വന്നിട്ട് പറയും, എടോ സ്വീപ്പർ ജോലി ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ നേരത്തെ വന്ന് ചെയ്യണം, അല്ലാതെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ ഡിസ്റ്റർബ് ചെയ്യുകയല്ല വേണ്ടത്. ദീപക് ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുവാണ് അവളെ. എന്താ മിസ്റ്റർ, ഞാൻ സത്യം പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങനെ ദഹിപ്പിക്കുന്ന പോലെ നോക്കുന്നത്? ഇവനെ ഇനി ഞാൻ ശരിയാക്കി തരാടാ എന്നും പറഞ്ഞ സ്റ്റാഫ് അവിടുന്ന് പോകുന്നുണ്ട്. ആ സ്റ്റാഫ് എന്നിട്ട് ഹൃതികയുടെ അടുത്തിട്ട് വന്നിട്ട് പറയുന്നു, മേഡം ഈ സമയത്ത് സ്റ്റാഫുകൾക്കുള്ള ചായ കിട്ടേണ്ടതാ, ഇന്നത് ഞങ്ങൾക്ക് കിട്ടിയില്ല, അതിനാണോ കുഴപ്പം? അതിനല്ലേ പിയൂൺ ഇവിടെ ഉള്ളത്, താൻ വാ എന്നും പറഞ്ഞ് ഹൃതിക ആ സ്റ്റാഫിനെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് വരുവാണ്. തൂത്തുവാരിക്കൊണ്ടിരിക്കുന്ന ദീപക്കിൻ്റെ അടുത്തോട്ട് വന്ന് ഹൃതിക പിയൂൺ എന്നിങ്ങനെ നീട്ടി വിളിക്കുന്നുണ്ട്. പോയി എല്ലാവർക്കും ചായ വാങ്ങിച്ചോണ്ട് വാടോ എന്നിങ്ങനെ പറയുമ്പോൾ ദീപക് ആ സ്റ്റാഫിനെ നോക്കി, ഇവള് പോയി എനിക്ക് പണി തന്നതാ, എല്ലാത്തിനിട്ട് ഞാൻ കൊടുക്കും പലിശ സഹിതം. എന്താ നോക്കി നിൽക്കുന്നത്, വേഗം പോയി ചായ മേടിച്ചോണ്ട് വാ. യെസ് മാഡം എന്നും പറഞ്ഞ് ദീപക് പോവുകയാണ്. ഹൃതിക ഓഫീസ് റൂമിൽ ഇരിക്കുമ്പോൾ രാജു അങ്ങോട്ട് വന്നിട്ട്, എന്താ ഋതു ഇങ്ങനെ ഇരുന്നാൽ മതിയോ, നമുക്ക് കോടതിയിലോട്ട് പോകണ്ടേ? അതിനെന്താ രാജു, നമുക്ക് പോകാമല്ലോ എന്നും പറഞ്ഞ് രാജുവും ഹൃതികയും അവിടുന്ന് പോകുവാണ്. രാജുവും ഹൃതികയെ നോക്കുമ്പോൾ ദീപക് എല്ലാവർക്കും ഇങ്ങനെ ചായ കൊടുക്കുവാണ്. ദീപക്കിൻ്റെ അടുത്തോട്ട് ഹൃതികയും രാജുവും വരുക. അപ്പോൾ സ്റ്റാഫുകൾ പറയുന്നു, മേഡം ചായ കുടിച്ചിട്ട് പോവാം. ദീപക് അങ്ങനെ ചായയും ഡ്രൈ ആയിട്ട് രാജുവിൻ്റെ ഹൃതികയുടെ അടുത്തോട്ട് നീട്ടുവാണ്. രാജു, നമുക്കൊരു ചായ കുടിച്ചാലോ എന്നിങ്ങനെ ഋതു പറയുമ്പോൾ, അതിനെന്താ, ഈ ചായക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ദീപക്കിനെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയുക. സ്റ്റാഫുകൾ കളിയാക്കുന്നുണ്ട് ദീപക്കിനെ. ഈ ഇറാനി ചായ എന്നൊക്കെ പറയുന്ന പോലെ ലോലുവൻ്റെ ചായ. അല്ല് കടിച്ച് അമറിക്കൊണ്ട് ദീപക്ക് മനസ്സിൽ പറയുക, ഇവളുമാരെ ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല, എല്ലാത്തിനെയും ഞാൻ തീർക്കും. ഈ സമയം പ്രിയ ഒരുങ്ങി ബാഗൊക്കെ ഇങ്ങനെ തോളിലിട്ടിട്ട് നിൽക്കുവാണ്. ചേടാ, അമ്മയും അച്ഛനും ഇവിടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ കൊച്ചിനെ കൊണ്ടുപോകും? ഐഷു അപ്പോൾ ഒരുങ്ങി അമ്മയെ പോകാം എന്നും പറഞ്ഞ് ഓടി വരുന്നുണ്ട്. അപ്പോൾ പ്രിയ പറയുക, പോകാം മോളെ, ഞാൻ രാജുവിനെ ഒന്ന് വിളിക്കട്ടെ. രാജുവും ഹൃതികയും പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴാണ് പ്രിയയുടെ കോള് രാജുവിന് വരുന്നത്. എന്താ പ്രിയേച്ചി എന്ന് ചോദിക്കുമ്പോൾ പ്രിയ പറയാം, രാജു ഇന്ന് ഐഷുമോളെ ചെക്കപ്പിന് കൊണ്ടുപോകേണ്ട ദിവസമാണ്, ജയേട്ടനെ വിളിച്ചിട്ടോട്ട് കിട്ടുന്നതുമില്ല. അതിനെന്താ ചേച്ചി? എടാ മോനെ, എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു ടെൻഷൻ, നിനക്കും ഋതുമോൾക്കും ഞങ്ങളോടൊപ്പം ഒന്ന് വരാവോ? രാജു ഉടനെ ഹൃതികയോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് ഐഷുമോൾക്ക് ചെക്കപ്പാ, ചേച്ചി ഒറ്റയ്ക്കേ ഉള്ളു, നമുക്കൂടെ ഒന്ന് കൂടെ പോയാലോ? അതിനെന്താ രാജു, അത് കഴിഞ്ഞിട്ട് നമുക്ക് കോടതിയിലോട്ട് പോകാമല്ലോ. ചേച്ചി റെഡിയായിട്ട് നിന്നോ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുവാ മോനെ, എന്നാൽ ഞങ്ങളിതാ വരുവാ. ഐഷുമോളെ, അമ്മാവനും ഋതു ആൻറ്റിയും വരുന്നുണ്ട്, നമുക്ക് അവരോടൊപ്പം പോകാം. ശരിയമ്മേ എന്നും പറഞ്ഞ് ഐഷുവും സന്തോഷത്തോടെ നിൽക്കുവാണ്. ഇപ്പോഴും പ്രതാപൻ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർ അടുത്തിരിക്കുക. പ്രതാപൻ ഡോക്ടറോട് പറയാം, കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഡോക്ടർ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പറേഷന് തയ്യാറാ. സാറിനെ പോലെ ഇങ്ങനെ ഒരു വലിയ മനുഷ്യൻ ഇങ്ങനെ മണ്ടത്തരം പറയാവോ? അതുവരെ രോഗം അങ്ങനെ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? ഓരോ ദിവസം കഴിയും തോറും സാറിൻ്റെ അസുഖം വഷളായിക്കൊണ്ടിരിക്കുവാണ്. ശേഖരൻ സാറേ, നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. സാറ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇത്രയധികം കടുംപിടുത്തം കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അത് ഡോക്ടർക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സാറ് ചികിത്സ ചെയ്യണം സാറേ. നമ്മൾ ജീവിച്ചിരുന്നാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ ശേഖരൻ പറയുക, എന്തിനാ ചേട്ടാ ഈ കാര്യത്തിൽ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഡോക്ടർ പറയുന്നത് ചേട്ടൻ അനുസരിക്കണം. ചേട്ടൻ ഡോക്ടർ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. പ്രതാപന് സങ്കടത്തോടെ പറയുക, ഡോക്ടർ എനിക്കൊരു 3-4 ദിവസം കൂടെ തരണം ഡോക്ടർ, അതിനുശേഷം ഞാൻ ഇവിടെ ഒന്ന് അഡ്മിറ്റാകാം. അത് കേട്ടിട്ട് ഡോക്ടർ പറയാം, തൽക്കാലം എൻ്റെ മുന്നിൽ നിന്ന് പോകാനുള്ള ഒരു തന്ത്രമായിട്ടേ ഞാനിത് കാണുന്നുള്ളൂ. എന്തായാലും ഓപ്പറേഷൻ അല്ലാതെ മറ്റു ഓപ്ഷൻ ഒന്നുമില്ല.
അങ്ങനെ ഡോക്ടറുടെ അടുത്തുനിന്ന് പ്രതാപനും ശേഖരനും പുറത്തോട്ട് ഇറങ്ങി വരിക. ശേഖരൻ പറയുക, ഡോക്ടർ പറയുന്നത് ചേട്ടൻ കേട്ടേ പറ്റൂ, നാളെ നമുക്കിവിടെ അഡ്മിറ്റാകാം, നീ ഇങ്ങോട്ട് വന്നേ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം എന്തും പറഞ്ഞ് പ്രതാപൻ ശേഖരനെ വിളിച്ചുകൊണ്ട് വരിക. അപ്പോൾ ആ സമയത്ത് രാജുവും ഋതികയും പ്രിയയും ഐഷുവും എല്ലാം ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് ഋതിക മാസ്ക് എടുത്ത് ഐഷുവിന് വെച്ചു കൊടുക്കുന്നുണ്ട്. മോളെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ മാസ്ക് ഒക്കെ ധരിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ആ സമയത്ത് ശേഖരനും പ്രതാപനും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ശേഖരൻ ഋതികയും രാജുവിനെയും കണ്ട്, ചേട്ടാ അങ്ങോട്ട് നോക്കിക്കേ, കണ്ട് രാജുവും ഋതുമോളും. പ്രതാപൻ അവരെ കണ്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. പക്ഷേ രാജുവും ഋതികയും ആരും തന്നെ പ്രതാപനെയും ശേഖരനെയും കാണുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, എന്തൊക്കെ പ്രതാപൻ മറച്ചു വെച്ചാലും രാജുവും ഋതികയും ആ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെയെങ്കിലും പ്രതാപൻ്റെ അസുഖത്തെക്കുറിച്ച് മനസ്സിലാക്കും. അതിനുശേഷം പ്രതാപന് വേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റുകളും രാജുവും ഋതികയും ചേർന്ന് ചെയ്തു അവരുടെ ജീവിതം സന്തോഷമാക്കുകയും ചെയ്യും. അംബികയാണ് ജഗന്നാഥവർമ്മയെ കൊന്നെന്നുള്ളത് CI കോടതിയിൽ പറയുമോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.